അതിനുവേണ്ടി പോരാടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ലേക്കിൻ യഹ് ഹംഗാമ വാസ്തവിക സകാരാത്മക പരിവർത്തൻ കേലിയ ഹോനാ ചാഹിയെ. അത് എന്തിനു വേണ്ടി ആയിരിക്കണം ഈ വിപ്ലവം അല്ലെങ്കിൽ നമ്മൾ പോരാടേണ്ടത്? ഒരു മാറ്റത്തിന് വേണ്ടി ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ചെന്ന് പോരാടുക, എനിക്ക് ഇത്രയും പ്രശ്നം വന്നു, ഞാനൊന്ന് എന്ത് ചെയ്യാം, പൊരുതി നോക്കാം എന്നല്ല. നമുക്ക് ആ പൊരുതുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമുക്ക് വരണം. कवि का बेल समाज की दशा को वास्तविक रूप से बदलने और लोगों के जीवन में और समानता ഏകത ഭായിച്ചാര ലാനെ पर है. കവിയുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറിയിട്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് വരണം? സാഹോദര്യവും എന്താണ് ഏകതയും വരണം. എല്ലാവരും തുല്യരാണ്, എല്ലാവരും സഹോദരന്മാരാണ്. അല്ലാതെ ഉയർന്നവൻ താഴ്ന്നവൻ, പണക്കാരൻ പാവപ്പെട്ടവൻ, ഉയർന്ന ജാതിയിലുള്ളവൻ താഴ്ന്ന ജാതിയിലുള്ളവൻ അങ്ങനെയുള്ള യാതൊരു ഭേദഭാവവും വേണ്ട എന്ന് കവി പറയുന്നു. वह अन्याय और असमानता के शिकार लोगों के जीवन में वास्तविक बदलाव लाना चाहता है. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അന്യായവും അസമാനത, അതായത് അവർക്ക് എന്തില്ല, അത്രത്തോളം പ്രാധാന്യമൊന്നുമില്ല, ഇതൊക്കെ കാരണം ഇതിനൊക്കെ ശിക്കാർ ലോകം, ശിക്കാർ മീൻസ് ഇരയായ ആൾക്കാരോട്, എന്താണ് അന്യായത്തിനും മറ്റും ഇരയായ ആൾക്കാരോട് അവരുടെ ജീവിതത്തിൽ വാസ്തവികമായ ഒരു മാറ്റം കൊണ്ടുവരാൻ ആരാഗ്രഹിക്കുന്നു? കവി ആഗ്രഹിക്കുന്നു. അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്ന ജനങ്ങൾക്ക് സ്ഥിരമായ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് കവി ആഗ്രഹിക്കുന്നു. സൂരത്ത് ബദൽനെ സെ കവി കാ ആശയ ഹെ കി സമാജ് അവർ ഉസ്കാ സ്വരൂപ് ബദൽനാ ചാഹിയെ. ഇവിടെ പറയുന്ന ഒരു വാക്കാണ് എന്താണ്? മേരി കോശിഷ് ഹെ കി യേ സൂരത്ത് ബദൽനി ചാഹിയെ. എന്റെ പരിശ്രമം എന്തിനാണ്? ഈ സൂരത്ത് എന്താണ് ബദൽന എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ സൂറത്ത് ബദൽന എന്ന് വെച്ചാൽ കവി ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലും അതിന്റെ രൂപത്തിലും എന്ത് വരണം? മാറ്റം. നമുക്ക് ഇപ്പോഴും ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തിന്റെ രീതി നമുക്ക് എന്താണ് അത്രത്തോളം സന്തോഷം നൽകുന്നതല്ല എന്ന് കവി പറയുകയാണ്. അപ്പോൾ നമുക്കിനി ഭാവസൗന്ദര്യത്തെ കുറിച്ച് നോക്കാം. യഹ് കവിത ദേശവാസിയോं का आह्वान है. सामाजिक समस्याओं से और व्यवस्था की जड़ता കുരീതിയും को लेकर विरोध का भाव है. അപ്പൊ ഇതെന്താണ്? നമ്മൾ ദേശവാസികൾക്കുള്ള ഒരു ആഹ്വാനമാണ് ഈ കവിത. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ പറ്റിയും അതിന്റെ വേര്, നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അതിനെ പറ്റിയൊക്കെ അതിനൊക്കെ എതിരായിട്ടുള്ള പോരാടാനുള്ള എന്താണ് ഒരു ഭാവമാണ് നമുക്ക് ഈ കവിത തരുന്നത്. സ്വാധീനതാ കെ ബാദ് വ്യവസ്ഥ കാ വിരോധ്, വ്യവസ്ഥ കെ ഖിലാഫ് പരിവർത്തൻ കി മാങ് കർത്താ ഹെ. എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു അതിനെതിരായിട്ടുള്ള ഒരു പോരാടല്, അതിനെതിരായിട്ട് ഒരു മാറ്റം വേണമെന്നുള്ള ആവശ്യപ്പെടല്. കവി ബാഹരി ഠാഞ്ചേമയും നഹി അഭിത്തു മൂൽഭൂത ആധാർഭൂത പരിവർത്തനം ചാത്ത. പുറമേ ഉള്ള ചട്ടക്കൂടിൽ ഒരു മാറ്റം വരണമെന്നല്ല കവി ആഗ്രഹിക്കുന്നത്, ഉള്ളിൽ നിന്ന് തന്നെ ഒരു പരിവർത്തനമാണ് ആര് കവി ആഗ്രഹിക്കുന്നത്. പരിവർത്തന വ്യാപക ജനസമൂഹി സഹഭാഗിതാസേ സംഭവം ഹോക. അതായത് ഈ മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരത്തുള്ളൂ എന്ന് കവി പറയുന്നു. कवि को लगता है कि बहुत से लोग परिवर्तन का दावा करते हैं और मात्र हंगामा करते हैं, जबकि जो भी आंदोलन हो या विरोध हो उसके वास्तविक परिवर्तन होना चाहिए. അതായത് കവി പറയുന്നു ഒരുപാട് ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, നീതിയും സ്വാതന്ത്ര്യവും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊരു മാറ്റം തീർച്ചയായും എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ. ഒരു വാസ്തവികമായ പരിവർത്തനമാണ് അവര് ആഗ്രഹിക്കുന്നത്. പുറമേ നേരത്തെ പറഞ്ഞ പോലെ പുറമേ കാണുന്ന പരിവർത്തനമല്ല, ആഴത്തിൽ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പരിവർത്തനമാണ് കവി ആഗ്രഹിക്കുന്നത്. ശില്പ സൗന്ദര്യം പറയുകയാണെങ്കിൽ ചാഹിയെ ശബ്ദക്ക് പുനരാവർത്തി കവിക്ക് ഫീത്തർക്ക് ചട്പടാഹട്ട് കോ വ്യക്ത കർത്താ ഹെ. ചാഹിയെ എന്ന് വെച്ചാൽ എന്താണ്? വേണം, ആഗ്രഹം. അതാണ് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കവിയുടെ ഉള്ളിൽ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കവിനെ അപ്പനി ഭാവനാവും കി അഭിവ്യക്തി കേലിയെ പ്രതീകാത്മക സഹാര ലിയാ ഹെ. കവി തന്റെ ഭാവന വ്യക്തമാക്കാൻ വേണ്ടി എന്ത് പ്രതീകാത്മകമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. हर का बार बार प्रयोग बलाखाद है. अनुप्रास अलंकार समाज के सभी लोगों को जोड़ने का संकल्प. എന്താണ്? ഹർ എന്ന് പറയുന്ന വാക്ക് ബാർ ബാർ പ്രയോഗിച്ചിട്ടുണ്ട്. അനുപ്രാസം അലങ്കാരമുണ്ട്. സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് ചേരണം എന്നുള്ള സങ്കല്പം ഇതിനകത്തുണ്ട്. ഭാഷ അവർ ശൈലി സാക്ഷി സംസ്കൃതി കോ അഭിവ്യക്തി करती है. ഹിന്ദി അവർ ഉറുദു കെ സമന്വിത രൂപ കി അഭിവ്യക്തി. ഇതിൽ എന്തൊക്കെയുണ്ട്? ഭാഷയും ശൈലിയും ഒക്കെ എന്താണ്? അഭിവ്യക്തമാകുന്നുണ്ട്. നമ്മുടെ സംസ്കൃതിയെ അഭിവ്യക്തമാക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ അഭിവ്യക്തമാക്കുന്ന ഭാഷയും ശൈലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിന്ദി ഉറുദുവിന്റെയൊക്കെ ഒരു സമന്വയമായ കൂടിച്ചേർന്ന ഒരു രൂപം നമുക്ക് ഇവിടെ കവിതയിൽ കാണാൻ കഴിയും. അതായത് ഭാഷയിലാണ് കേട്ടോ. ഗസൽ സരൽ ഭാഷാമേ ലിഖി ഗയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിലാണ് എന്ത് ഗസൽ എഴുതിയിരിക്കുന്നത്. സാമാജിക യഥാർത്ഥക്ക് വ്യക്തിമേ സക്ഷമേ. നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തരുന്നതിൽ അതെന്താണ്? കറക്റ്റാണ് ആ ഗസൽ എന്ന് പറയുന്നതിന്റെ ഭാഷ. ഇനി നമുക്ക് നോക്കേണ്ടത്, നോക്കിയ ശാട്ടോത്തരി കവിത നമ്മൾ കവിച്ച രണ്ട് കവികള് സർവേശ്വർ ദയാൽ സക്സേന ആൻഡ് ദുഷ്യന്ത് കുമാർ.
എന്താണ് മനുഷ്യവം ഫേഡിയക്കെ ബി ചന്ദർ. കവി അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? മനുഷ്യനും ചെന്നായയും തമ്മിലുള്ള വ്യത്യാസം. ഫേഡിയയ്ക്ക് പ്രതീകാത്മകത. ഫേഡി അവിടെ എന്തായിട്ടാണ്, എന്തിന്റെ പ്രതീകമായിട്ടാണ് ഫേഡി ഉപയോഗിച്ചിരുന്നത്? നമ്മളെ പോലെയുള്ള പാവങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ, നമ്മളെ എപ്പോഴും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരെയാണ് കവി എന്തായി ചെന്നായായിട്ട് കണക്കാക്കിയത് അല്ലേ. ജനതാക്കി ഏകജുഡ്ദാക്ക മഹത്വം, ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട മഹത്വം. ജനശക്തിയും ദൃഢവിശ്വാസം, ജനശക്തിയിൽ വേണ്ട ദൃഢമായ വിശ്വാസം. സാങ്കേതാത്മകത, ക്രിയാശബ്ദ്, ആം ബോൾചാൽ കി ഭാഷ. ആം ബോൾചാൽ മീൻസ് സാധാരണ സംസാരിക്കുന്ന ഭാഷയൊക്കെയാണ് സർവേശ്വർ ദയാൽ സക്സേന യൂസ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് ദുഷ്യന്ത് കുമാർ ആണ്. സമസ്യ ഏവ സമാധാനം, ഒരു പ്രശ്നവും അതിനുള്ള സമാധാനവുമാണ് ആര്? ദുഷ്യന്ത് കുമാർ പറയുന്നത്. ബുനിയാദി പരിവർത്തനയ്ക്ക് ആവശ്യകത, മൊത്തത്തിൽ ഒരു മാറ്റത്തിന്റെ, നമ്മുടെ അടിവേര് മുതലുള്ള മാറ്റം എന്തിന്, അതിന്റെ ഒരു ആവശ്യം എന്ത് എന്ന് കവി പറയുന്നു. പരിവർത്തൻഗാമി ചേതനാക്ക പ്രസാർ, എന്താണ് നമുക്ക് മാറ്റം വേണം, പരിവർത്തനം വേണം, അത് എന്താണ് എല്ലാവരിലേക്കും എത്തിക്കണം അല്ലെ, എല്ലാ മനുഷ്യരും അതിൽ പങ്കെടുക്കണമെന്ന് കവി പറഞ്ഞു. ചേതനാക്കി അഗ്നി കഹീം ന കഹീം ഹോനി ചാഹിയെ, നമ്മുടെ അതിന്റെ ആ തീ എവിടെയെങ്കിലും ഒക്കെ കാണണം, നമ്മുടെ ഉള്ളിൽ അത് തീ എപ്പോഴും വേണം എന്ന് കവി പറയുന്നുണ്ട്. പ്രതീകാത്മകത, ഉപമ ഓർ രൂപക അലങ്കാർ, ഗസൽ, ബോൾചാൽക്കി ഭാഷ. ഇവിടെയും സാധാരണ ബോൾചാൽക്കി ഭാഷയായിരുന്നു, ഇവിടെയും ബോൾചാൽക്കി ഭാഷ തന്നെയാണ്, പക്ഷെ ഇതെന്താണ് ഗസൽ ആയിരുന്നു അല്ലെ. അപ്പോൾ അത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ കവിതകൾ രണ്ടും പാഠങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അവരെ പറ്റിയുള്ള, നമ്മുടെ കവികളെ പറ്റിയുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. കവികൾ ആര്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രം ടീച്ചർ പറയാം, ഓടിച്ച് പറഞ്ഞു വിടും, എങ്കിലും അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ സ്ട്രെസ് ചെയ്ത് പറയും. സർവേശ്വർ सक्सेना का जन्म 15 सितंबर 1927 ईस्वी को बस्ती जिले के पिकोरा नामक गांव में हुआ. എവിടെയായിരുന്നു ജനിച്ചത്? സിത്തംബർ 15 1927 ഇവിടെ ബസ്തി ജില്ലയിലെ പിക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സർവേശ്വർ ദയാൽ സക്സേന ജനിച്ചത്. പ്രയാഗ് विश्वविद्यालय से MA करने के बाद उन्होंने विभिन्न पदों की नौकरी की. उन्होंने आकाशवाणी के लखनऊ और दिल्ली केंद्र में भी काम किया. लगभग 17 वर्षों तक उन्होंने हिंदी की प्रसिद्ध पत्रिका दिनमान में काम किया. उन्होंने बच्चों की मासिक पत्रिका पराग का भी संपादन किया. അപ്പൊ അദ്ദേഹം ഏത് പത്രികയിലാണ് വർക്ക് ചെയ്തത്? ദിൻമാൻ എന്ന് പറയുന്ന പത്രികയിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മാസികയായ ഏത് പരാഗ് എന്ന് പറയുന്ന കുട്ടികളുടെ മാസികയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ദിൻമാൻ എന്ന് പറയുന്ന പത്രികയിലും പരാഗ് എന്ന് പറയുന്ന കുട്ടികളുടെ മാസികയിലും, ബാലവാരിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കുട്ടികൾക്കുള്ള പത്രികയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഹലി കവിത 1941 ആര്യമിത്ര മേ പ്രകാശിത ഹുയി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത 1941 എവിടെ? ആര്യമിത്രിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. 1951 ഉൻകി കൈ കവിതായെ പ്രതീകമേം പ്രകാശിത് അവർ ചർച്ചിത് ഹുയി. അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകൾ പ്രതീക് എന്ന് പറയുന്നതിനകത്ത് എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. അത് ഭയങ്കര എന്താണ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കവി കി സാഹിത്യക യാത്ര 1941 से 1983 തക്ക്, 1941 മുതൽ 1983 വരെയാണ് കവിയുടെ എന്ത് വരുന്നത്? സാഹിത്യ യാത്ര. അത്രയും കാലം അദ്ദേഹം എന്ത് ചെയ്തു? സാഹിത്യ മേഖലയിൽ നിന്നിരുന്നു. कवि अपने द्वारा संपादित तीसरा सप्तमें कविताएं संकलित होने के बाद उन्होंने अत्यधिक ख्याति मिली. എന്താണ് നമ്മൾക്ക് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ കാണുമായിരിക്കാം എപ്പോഴെങ്കിലും, അജ്ഞേയ എന്ന് പറയുന്ന ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയുണ്ട്. എന്താണ്? അജ്ഞേയ. അജ്ഞേയിന്റെ അദ്ദേഹം ഒരുപാട് താർ സപ്തകം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ഒരു രചന ഇതുണ്ട്. അതിനകത്ത് പഹല അങ്കുണ്ട്, ദൂസര അങ്കുണ്ട്, തീസര അങ്കുണ്ട്. അപ്പൊ അതില് തീസര സപ്തകില്, അതായത് ഓരോ സപ്തകിലും കുറെ ഏറെ കവികൾ ചേർന്ന് രചനകൾ നടത്തും. അത് ഓരോ സപ്തകങ്ങളായിട്ട് ഇറക്കും. ഇതിൽ തീസര സപ്തക് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് വളരെയധികം ഒരു 6-7ഓളം കവികളുണ്ട്. അവർ ചേർന്ന് അവരുടെ രചനകളെല്ലാം കൂടെ ചേർത്ത് ഇറക്കും. അതിൽ തീസര സപ്തക് എന്ന് പറയുന്നതിനകത്ത് ഒരു റൈറ്റർ കൂടിയായിരുന്നു ആര്? നമ്മുടെ സർവേശ്വർ ദയാൽ സക്സേന. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് രചനകളെ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം മരിച്ചത് 23 സിതംബർ 1983. എത്ര വയസ്സ്? 57 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ആള് നെക്സ്റ്റ് ദുഷ്യന്ത് കുമാർ. ദുഷ്യന്ത് കുമാറിന്റെ ജന്മം ഉത്തർപ്രദേശിലെ ബിജ്നൌ ജൻപദ് കെ രാജ്പുർ നവാദ ഗാവുമേം 1 സിതംബർ 1933 1933 സെപ്റ്റംബർ 1 ആര്? നമ്മുടെ ദുഷ്യന്ത് കുമാർ ജനിക്കുന്നത്. प्रारंभिक शिक्षा गया के विश्वविद्यालय में हुई. इलाहाबाद विश्वविद्यालय से BA और हिंदी साहित्य में MA किया. उन्होंने आकाशवाणी दिल्ली में स्क्रिप्ट राइटर के रूप में
കാര്യക്രിയ. എന്താണ്? ആകാശവാണി ദില്ലിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ രൂപത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. कुछ समय के लिए मध्य प्रदेश के संस्कृत संचालनालय में आलय के भाषा विभाग में सहायक संचालक पद पर कार्यरत हुए. उन्होंने आदिम जाति जनकल्याण विभाग में भी कार्य किया. അപ്പോ ദുഷ്യന്ത് കുമാർ ജനിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കണം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിക്ഷയൊക്കെ എവിടെയായിരുന്നു? ഗ്രാമത്തിൽ തന്നെയുള്ള വിദ്യാലയത്തിലായിരുന്നു. ഇലഹാബാദ് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് BA ചെയ്തത്. ഹിന്ദി സാഹിത്യത്തിൽ MAയും ചെയ്തിട്ടുണ്ട്. സുവരിക സ്വാഗത് ശീർഷകസെ ഉൻകി കവിതാവും സംഗ്രഹ, അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം കൂടെ ചേർത്ത് സൂര്യക്ക് സ്വാഗത് എന്ന് പറയുന്ന തലക്കെട്ടില് 1957 എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. ഇസ്കെ ബാദ് ആവാസവും കെ ഖേരെ കവിതാ സംഗ്രഹ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സൂര്യക സ്വാഗത് എന്ന് പറയുന്നതായിരുന്നു. അതിനുശേഷം ആവാസവും കെ ഖേരെ എന്ന് പറയുന്ന പേരില് കവിതാ സംഗ്രഹം, ഏക് കണ്ട് വിഷബായി काव्य नाटक प्रकाशित हुआ. बाद में छोटे छोटे सवाल आंगन में एक वृक्ष ഉപന്യാസ് പ്രകാശിത് हुए. അപ്പൊ അദ്ദേഹം കവിതയും എന്താണ് ഉപന്യാസങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. കുറേയേറെ രചനകൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം എന്നാ മരിച്ചത്? 42 വർഷയ്ക്ക് മുമ്പ്, അല്പായുമായിരുന്നു. 42 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇദ്ദേഹമായിരുന്നെങ്കിലോ 57ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. दुष्यंत कुमार मानते थे कि उन्होंने उर्दू शब्दों को उस रूप में इस्तेमाल किया है जिस रूप में वे हिंदी में खुल मिल गए. എന്താണ്? അദ്ദേഹം കൂടുതലായിട്ട് ഉറുദു ശബ്ദങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? ഹിന്ദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന കുറേയേറെ ഉറുദു ശബ്ദങ്ങളുണ്ട്. ആ വാക്കുകളൊക്കെ, ശബ്ദങ്ങളൊക്കെ അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. അദ്ദേഹം എന്ത് ശ്രദ്ധിച്ചിരുന്നു? യഹ് കോശിഷ് കർ രഹി കി ഉറുദു ഔർ ഹിന്ദി ഏക് ദൂസരേക്ക് ബഹത് കരീബ് ആ സകെ, രണ്ടിനെ ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം, അടുപ്പിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മതി, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ദുഷ്യന്ത് കുമാറിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണം. അദ്ദേഹം ജനിച്ചത് ഇന്ന സമയത്ത്. പിന്നെ എന്താണ്? പ്രാരംഭിക ശിക്ഷയൊക്കെ ഗ്രാമത്തിലെ വിദ്യാലയത്തിലായിരുന്നു. ഇലഹാബാദ് വിശ്വവിദ്യാലയത്തിൽ നിന്ന് BAയും MAയും ഒക്കെ ചെയ്തിരുന്നു എന്ന് നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരും സർവേശ്വരദയ സക്സേനയും ഒക്കെ MA ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ കവികളെ പറ്റിയുള്ളത് കഴിഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും രചനകളും നമ്മൾ പഠിച്ചു. അപ്പോൾ സർവേശ്വരദയാൽ സക്സേന, പിന്നെ ആരായിരുന്നു? ദുഷ്യന്ത് കുമാർ. ഇത് ഏത് കവിതയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്? സാട്ടോത്തരി കവിത. സാട്ടോത്തരി കവിതയിലെ 2 കവികൾ, അവരുടെ 2 കൃതികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കി അതിൻ്റെ വ്യാഖ്യാനമൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം പോകാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.